ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെയും അതുപോലെ തന്നെ മൂന്നാമത്തെ ആഴ്ചയിലെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അതായത് സെപ്റ്റംബർ 8 തൊട്ടിട്ട് സെപ്റ്റംബർ 21 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ, അതായത് സെപ്റ്റംബർ 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ആഴ്ചയിലും അതുപോലെ തന്നെ മൂന്നാമത്തെ ആഴ്ചയിലെയും കാര്യങ്ങളാണ്. അതായത് 8 തൊട്ട് 21 വരെയുള്ള വാർത്തകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വെർ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് ഇൻ ദ വേൾഡ് ഫൗണ്ട്? അതായത് ലോകത്തെ ഖനനം ചെയ്തെടുത്തവയില് ഏറ്റവും വലിപ്പമേറിയ രണ്ടാമത്തെ വജ്രക്കല്ല് എവിടെയാണ് കണ്ടെത്തിയത്? വെർ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് ഇൻ ദ വേൾഡ് ഫൗണ്ട്? റൈറ്റ് ആൻസർ ബോട്സ്വാന. തെക്കേ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിലാണ് ലോകത്ത് ഖനനം ചെയ്തെടുത്തവയിൽ ഏറ്റവും വലിപ്പമേറിയ രണ്ടാമത്തെ വജ്രക്കല്ല് കണ്ടെത്തിയത്. കരോഗരിയിൽ നിന്ന് 2492 ക്യാരറ്റ് ഡയമണ്ട് കണ്ടെത്തിയതായി കനേഡിയൻ വജ്രഖനന കമ്പനിയായ ലുമാറ ഡയമണ്ട് കോർപ്പറേഷൻ ആണ് അറിയിച്ചത് കേട്ടോ. 1905 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഖനനം ചെയ്ത 3106 ക്യാരറ്റ് ആണ് ഏറ്റവും വലുപ്പമുള്ള വജ്രക്കല്ല്. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 2492 ക്യാരറ്റ് ഉള്ള ഡയമണ്ട് ആണ്. ആദ്യം എവിടെ നിന്നാണ് കിട്ടിയത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നായിരുന്നു. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് തെക്കേ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നാണ്. ഓക്കെ, ഇത് ബ്രിട്ടീഷ് രാജ കുടുംബത്തിലെ ആഭരണ ശേഖരത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് എവിടെയാണ് കണ്ടുപിടിച്ചത്? ബോട്സ്വാനയിലാണ് കണ്ടുപിടിച്ചത്. ആദ്യത്തെ എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഓക്കെ, 1905. ഇപ്പൊ 2024 രണ്ടാമത്തെ ഏറ്റവും വലിയ ഖനനം ചെയ്തെടുത്ത വജ്രക്കല്ലുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രക്കല്ല് കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ്? തെക്കേ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്: വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന റീയൂസബിൾ ചെയ്യാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ്? അതിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ്? റൈറ്റ് ആൻസർ ഈസ് റൂമി 1, റൂമി ഫസ്റ്റ്. ഓക്കെ, ഓഗസ്റ്റ് 24 കേട്ടോ അത് വിജയകരമായി വിക്ഷേപിച്ചത്. സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനി സ്പേസ് ഓൺ ഇന്ത്യ ആണ് ഹൈബ്രിഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. ചെന്നൈക്ക് സമീപമുള്ള മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് 3 ഉപഗ്രഹങ്ങളെ 80 കിലോമീറ്റർ അകലത്തിൽ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം പാരഷൂട്ടിന്റെ സഹായത്തോടെ 7 മിനിറ്റിലാണ് മടങ്ങിയെത്തിയത്. ഓക്കെ, അപ്പൊ എന്താണ് പേര്? റൂമി 1 അല്ലെ. റൂമി 1 ഈസ് ദ ഇന്ത്യാസ് ഫസ്റ്റ് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ്. അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്: ഹു ഈസ് ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് നാസ്കോം? അതായത് നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദ്യം. നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ഒരു മലയാളിയാണ്. മലയാളി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന കമ്പനികളുടെ കൂട്ടായ്മയാണ് കേട്ടോ നാസ്കോം എന്ന് പറയുന്നത്. അതിന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് മലയാളിയായിട്ടുള്ള സിന്ധു ഗംഗാധരനാണ് നിയമിതനായിട്ടുള്ളത്. ഓക്കെ, സാപ്പ് ലാബ്സ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു സിന്ധു. നിലവിലെ നാസ്കോം വൈസ് ചെയർപേഴ്സൺ ആണ് സിന്ധു. നാസ്കോം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജേഷ് നമ്പ്യാൽ എന്നാണ് സിന്ധു ഗംഗാധരൻ ചുമതല ഏറ്റെടുക്കുന്നത്. കോഗ്നിസൻ മുൻ CMDയും മലയാളിയുമായ രാജേഷ് നവംബറിലാണ് പ്രസിഡന്റ് ആകുന്നത്. അടുത്ത ചോദ്യമാണ് നാലാമത്തെ ചോദ്യം: വെൻ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ഡേ ആഘോഷിച്ചത്? എന്നാണ്? ഓഗസ്റ്റ് 23. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? എന്തായിരുന്നു? ചന്ദ്രയാൻ മിഷന്റെ ആനിവേഴ്സറി ഓഫ് സക്സസ്ഫുൾ ചന്ദ്രയാൻ മിഷൻ, അതായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെന്താണ് അതിന്റെ തീം? എന്താണ് നാഷണൽ സ്പേസ് ഡേയുടെ തീം? എന്താണെന്ന് അറിയാമോ? ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ എന്നായിരുന്നു എന്റെ ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 ആണ്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആനിവേഴ്സറി ഓഫ് സക്സസ്ഫുൾ ചന്ദ്രയാൻ മിഷൻ ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, അതും നാസ്കോമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് നാസ്കോം? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് നാസ്കോം ആരാണ്? രാജേഷ് നമ്പ്യാർ ആണ്. ഓക്കെ, രാജേഷ് നമ്പ്യാർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് നാസ്കോം.
അടുത്ത ചോദ്യമാണ് 5ാമത്തെ ചോദ്യം. ഹൂ വാസ് ഇന്ത്യാസ് ഫ്ലാഗ് ബിയറർ അറ്റ് ദ 2024 പാരീസ് പാരാ ഒളിമ്പിക്സ്? ആരായിരുന്നു? സുമിത് അൻഡിൽ. സുമിത് അൻഡിൽ വാസ് ദ ഇന്ത്യാസ് ഫ്ലാഗ് ബിയറർ അറ്റ് ദ 2024 പാരീസ് പാരാ ഒളിമ്പിക്സ്. 7ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം. വെൻ ഈസ് ഹാർമണി ഡേ ഒബ്സർവ്ഡ് ആനുവലി? ഹാർമണി ഡേ എന്ന് പറയുമ്പോൾ സദ്ഭവന ദിവസ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. സദ്ഭവന ദിവസ്. വെൻ ഈസ് ഹാർമണി ഡേ ഒബ്സർവ്ഡ് ആനുവലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് ഓഗസ്റ്റ് 20-നാണ് കേട്ടോ. ഓഗസ്റ്റ് 20-നാണ്. എന്താണ് അതിന്റെ സദ്ഭവന ദിവസിന്റെ പ്രത്യേകത? എന്താണ്? രാജീവ് ഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് അന്ന്. അപ്പോൾ അതാണ് ഹാർമണി ഡേ അല്ലെങ്കിൽ സദ്ഭവന ദിവസ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 20-നാണ്. ഓക്കെ. അടുത്ത ചോദ്യം. 8ാമത്തെ ചോദ്യം. വേർ വിൽ ദ വിമൻസ് T20 വേൾഡ് കപ്പ് ബി ഹെൽഡ്? എവിടെയാണ് T20 വേൾഡ് കപ്പ്? എവിടെയാണ് വിമൻസ് T20 വേൾഡ് കപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? UAE-യിലാണ്. റൈറ്റ് ആൻസർ UAE. അടുത്ത ചോദ്യം. 9ാമത്തെ ചോദ്യം. റീസെന്റ് വിച്ച് റീജിയൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ചൂസൺ ആസ് ദ ലൊക്കേഷൻ ഫോർ ഇന്ത്യാസ് ഫസ്റ്റ് മാർസ് ആൻഡ് മൂൺ അനലോഗ് റിസർച്ച് സ്റ്റേഷൻ? Recently, which region of India has been chosen as the location for India's first Mars and Moon analog research station is Ladakh. Ladakh has been chosen as the location for India's first Mars and Moon analog research station. അടുത്ത ചോദ്യം. 10ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ എക്സൈസ് പിച്ച് ബ്ലാക്ക് 2024? ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ ഹോസ്റ്റഡ് ദ എക്സൈസ് പിച്ച് ബ്ലാക്ക് 2024. അടുത്ത ചോദ്യം. വേർ വിൽ ദ ഫസ്റ്റ് എവർ വേവ്സ് ബി ഹെൽഡ്? വേവ്സ് എന്ന് പറയുമ്പോൾ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സബ്മിറ്റ് ആണ്. അത് ഉച്ചകൂടി എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. എവിടെയായിരുന്നു? ഗോവയിലായിരുന്നു നടന്നത്. ഓക്കെ. വേർ വിൽ ദ ഫസ്റ്റ് എവർ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സബ്മിറ്റ് വേവ്സ് ബി ഹെൽഡ്? ഗോവ. അടുത്ത ചോദ്യം. 12ാമത്തെ ചോദ്യം. വേർ വാസ് ദ നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് നാഷണൽ സ്പോർട്സ് ഡേ? എന്നാണ്? ഓഗസ്റ്റ് 29-നാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ്? ബർത്ത് ആനിവേഴ്സറി ഓഫ് ധ്യാൻ ചന്ദ് അല്ലെ. അന്നെന്താ പ്രത്യേകത? ബർത്ത് ആനിവേഴ്സറി ഓഫ് ധ്യാൻ ചന്ദ് ആണ് നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ധ്യാൻ ചന്ദിന്റെ ബർത്ത് ആനിവേഴ്സറിയിലാണ്, ഓഗസ്റ്റ് 29. അടുത്ത ചോദ്യം. 13ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ പസഫിക് ഐലൻഡ് ഫോറം സബ്മിറ്റ്? വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ പസഫിക് ഐലൻഡ് ഫോറം സബ്മിറ്റ്? അതായത് ഈ വർഷത്തെ പസഫിക് ഐലൻഡ് ഫോറം ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേയധികം ഉച്ചകോടികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിന് റിലേറ്റ് ചെയ്തതിന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു അതെന്ന് പറയുന്നത്? എക്സൈസ് പിച്ച് ബ്ലാക്ക് 2024 എവിടെയാണ് നടന്നത്? എവിടെയായിരുന്നു? ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? വേവ്സ് എവിടെയാണ് ഹെൽഡ് ചെയ്തത്? എവിടെയാണ്? ഗോവയിലാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഐലൻഡ്സ് ഫോറം ഉച്ചകോടിക്ക് എവിടെയാണ് വേദിയാകുന്നത്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെയാണ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ 3ാം പതിപ്പിന് ആതിഥ്യം വഹിച്ച രാജ്യവും ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പൊ പസഫിക് ഐലൻഡ് ഫോറം ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യവും വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ 3ാം പതിപ്പിന് വേദിയാകുന്ന രാജ്യവും ഏത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. അടുത്ത ചോദ്യമാണ് 14ാമത്തെ ചോദ്യം. ഹു ഇസ് ദ മലയാളി ഹു വാസ് എലക്റ്റഡ് ഫ്രം മധ്യപ്രദേശ് ഇൻ ദ രാജ്യസഭ ബൈ ഇലക്ഷൻസ്? അതായത് രാജ്യസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് എന്നാണ് ചോദ്യം. എന്താണ്? രാജ്യസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയുടെ പേര് ജോർജ് കുര്യൻ എന്നാണ്. ഓക്കെ. ജോർജ് കുര്യൻ ഈസ് ദ മലയാളി ഹു വാസ് സെലക്ടഡ് ഫ്രം മധ്യപ്രദേശ് ഇൻ ദ രാജ്യസഭ ബൈ ഇലക്ഷൻസ്. അടുത്ത ചോദ്യം അതും ഒരു മലയാളിയെ കുറിച്ചുള്ള ചോദ്യമാണ്. ഹു ഈസ് ദ മലയാളി ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരി? പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? കെ കൈലാസനാഥൻ ഈസ് ദ മലയാളി ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരി. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട് അല്ലെ, ലോകത്ത് ഖനനം ചെയ്തെടുത്തവയിൽ ഏറ്റവും വലിപ്പമേറിയ 2ാമത്തെ വജ്രക്കല്ല് എവിടെയാണ് കണ്ടെത്തിയത്? ബോട്സ്വാനയിലാണ്. ആദ്യത്തെ എവിടെയാണ് കണ്ടുപിടിച്ചത്? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അല്ലെ. ഏത് വർഷമായിരുന്നു? 1905 ഈയിടെയാണ് നമ്മുടെ 2ാമത്തെ വജ്രക്കല്ല് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ റീയൂസബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരെന്താണ്? റൂമി 1 എന്നാണ്. ചെയർപേഴ്സൺ ഓഫ് നാസ്കോം ആരാണ്? മലയാളിയാണ്. ആരാണ്? സിന്ധു ഗംഗാധരാണ് അല്ലെ.
ഇന്ത്യയുടെ സ്പേസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 29-ന്റെ പ്രത്യേകത എന്താണ്? നാഷണൽ സ്പോർട്സ് ഡേ ആണ് അല്ലേ. പസഫിക് ഐലൻഡ്സ് ഫോറം ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയിലാണ്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.